അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിനെ മുസ്ഹഫ് എന്ന പരിഗണനയിൽ വായിക്കുമ്പോഴും അടുത്തറിയുമ്പോഴും നമുക്കറിയുന്ന കുറേ അറിവുകളുണ്ട്. അതിലൊന്നാണ് എന്താണ് ഒരു സൂറത്ത്, അതോടൊപ്പം എന്താണ് ആയത്ത്, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒന്നാണ് എന്താണ് ഒരു ജുസ് സാധാരണഗതിയിൽ 30 ജുസ് ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ 30 ജുസും 30 ദിവസത്തിൽ ഒരിക്കലെങ്കിലും വിശുദ്ധ ഖുർആൻ പഠിക്കാനും വായിക്കാനും ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ഒരു ആവർത്തിയെങ്കിലും അത് പാരായണം ചെയ്ത് തീർക്കുന്നതിനുള്ള സുഗമമായ ഒരു രീതി എന്നുള്ള നിലക്ക് സ്വഹാബികളുടെയും പിന്നീട് താബികളുടെയും കാലത്തൊക്കെ വികസിച്ച് വന്ന ഒരു രീതിയാണ്. അതായത് ഇപ്പോൾ റമദാൻ പോലെയുള്ള വിശേഷപ്പെട്ട സന്ദർഭങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് ഓരോ ദിവസവും ഓരോ ജുസ് എങ്കിലും ഓതി ഒരു 30 ദിവസം കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം പൂർത്തീകരിക്കുന്ന രീതി. എന്നാൽ സ്വഹാബികളുടെ കാലത്ത് മൻസിൽ എന്ന പേരിൽ ഒരാഴ്ചയിൽ 7 മൻസിലുകളായിട്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ വിഭജിക്കപ്പെട്ടിരുന്നത്. ആദ്യത്തെ 3 സൂറത്ത്, ശേഷമുള്ള 5, പിന്നീട് 7, പിന്നീട് 9, 11, 13, അവസാനത്തെ 7-ാമത്തെ ദിവസം 65 സൂറകൾ ഒരുമിച്ച് ഓതുന്ന രീതി. അങ്ങനെ 7 4 ഖുർആനിനെ വിഭജിക്കുന്ന രീതിയുണ്ട്. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ അഅറാഫ് വരെ ഖുർആനിൻ്റെ 4/1, സൂറത്തുൽ അഅറാഫ് മുതൽ സൂറത്ത് മറിയം വരെ 2-ാം ഭാഗം, അതുപോലെ തന്നെ സൂറത്ത് മറിയം മുതൽ സൂറത്ത് യാസീൻ വരെ ഒരു ഭാഗം, ശേഷം സൂറത്ത് യാസീന് താഴെയുള്ള അവസാനത്തെ 4-ാമത്തെ ഭാഗം, ഇങ്ങനെ 4 വിഭജിക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അവലംബിക്കുന്നത് 30 ജുസ് ആയി നമ്മൾ സാധാരണഗതിയിൽ കേട്ട് പരിചയിച്ച് പോരുന്ന 30 ജുസ് ആയി 30 ദിവസങ്ങളിൽ പരിചയിക്കാനും അടുത്തറിയാനും സ്വഹാബിമാരുടെയും താബികളുടെയും കാലത്തൊക്കെ സ്വീകരിച്ചിരുന്ന രീതിയാണ്. വരും ദിനങ്ങളിൽ ഈ വിശുദ്ധ റമദാനിൽ വിശുദ്ധ ഖുർആനിലെ കേന്ദ്ര പ്രമേയങ്ങളെ അധികരിച്ചുകൊണ്ട് ഓരോ ജുസിലെയും പ്രധാന ആശയങ്ങളിലൂടെ കടന്നു പോകാനുള്ള ശ്രമമാണ് ഖുർആനിക് ഗ്ലിംസസ് എന്നുള്ള നമ്മുടെ ഈ പരമ്പര. നമ്മളിൽ പലർക്കും അത് ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷയോടുകൂടി ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.